സ്യാനന്തൂരപുരത്തിലെത്തിയകമേഹാ നീ തെളിഞ്ഞാടിടും സദാ നേരം നിൻ തിരുനാമമങ്ങുരുവിടും സൽഭക്തരേങ്ങെങ്ങുമേ തീയും കൂട്ടികലങ്ങളിൽ മധുരമാമന്നം പജിപ്പോർക്കയേ നീ താനെന്നുമൊരാശ്രയം സുഹൃതിയാമെന്നാറ്റുകാലീശ്വരീ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, ഈ സദസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി മഹാത്മ്യത്തിലെ ദേവി ഭാഗവതം നവമസ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായം വരെയാണ് പറഞ്ഞു നിർത്തിയത്. തുളസി ഉപാഖ്യാനം എന്ന ഭാഗമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്തതായിട്ട് 26-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ അടുത്ത സാവിത്രി ചരിതമാണ് അവിടെ പറയുന്നത്. പതിവുപോലെ നാരദന്റെ ചോദ്യത്തോടുകൂടിയാണ് അധ്യായം തുടങ്ങുന്നത്. തുളസ്യുപാഖ്യാനമിധം ശ്രുതം ചാധിസുധോപമം തതഃ സാവിത്ര്യുപാഖ്യാനം തന്മേ വ്യാഖ്യാതുമർഹസി. അമൃതതുല്യമായിട്ടുള്ള ആ തുളസിയുടെ ഉപാഖ്യാനം ഞാൻ കേട്ടുകഴിഞ്ഞു. ഇനി സാവിത്രി ഉപാഖ്യാനം വിശദമായിട്ട് അങ്ങനോട് പറയണം. വേദമാതാവ് എന്ന പ്രസിദ്ധമായിട്ടുള്ള സാവിത്രി ദേവിയുടെ ഉത്ഭവം എങ്ങനെയാണ്, ആരാണ് അവളെ ആദ്യം പൂജിച്ചത്, പിന്നെ ആരെല്ലാം പൂജിച്ചു എന്നുള്ളതെല്ലാം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി പറയണത്, ഹേ നാരദ, വേദമാതാവായ അവളെ ആദ്യകാലത്ത് ബ്രഹ്മാവാണ് പൂജിച്ചത്. പിന്നീട് വേദഗണങ്ങളും പിന്നീട് മഹജ്ജനങ്ങളും അവളെ പൂജിച്ചു. അക്കാലത്ത് ഭാരതത്തിൽ രാജാവായിരുന്ന അശ്വപതി അവളെ പൂജിക്കുകയുണ്ടായി. അതിനുശേഷം 4 വർണ്ണത്തിലും പെട്ടവർ പൂജ തുടങ്ങി എന്നവിടെ ചുരുക്കി പറഞ്ഞപ്പോൾ നാരദൻ ചോദിക്കുകയാണ്, കോഭാസോ അശ്വപതിർബ്രഹ്മൻ കേനവാതേന പൂജിത സർവപൂജ്യ ച സാ ദേവി പ്രഥമേ കൈശ്ചവാപരേ. അപ്പൊ പറഞ്ഞില്ലേ, ഭാരതത്തിലെ രാജാവായിരുന്ന അശ്വപതി അവളെ പൂജിക്കുകയുണ്ടായി എന്നവിടെ ചോദിച്ചു. ആ അശ്വപതി ആരാണ്? എന്തിനാണ് അദ്ദേഹം സാവിത്രിയെ പൂജിച്ചത്? സർവപൂജിയായിട്ടുള്ള സാവിത്രിയെ ആദ്യകാലത്ത് ആരെല്ലാമാണ് പൂജിച്ചത്? പിന്നീട് ആരൊക്കെ ദേവിയെ പൂജിക്കുകയുണ്ടായി? ഇതൊക്കെ വിശദമായിട്ട് അറിയണം എന്ന് പറഞ്ഞപ്പോഴാണ് നാരായണ ഋഷി അതിനെ വിശദീകരിക്കാൻ തുടങ്ങിയത്. ഹേ നാരദരെ, മദ്രദേശത്തെ മഹാരാജാവായിരുന്നു അശ്വപതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. മദ്രദേശത്തെ രാജാവായിരുന്നു ഈ അശ്വപതി. ശത്രുക്കളെ നിശേഷം ഇല്ലാതാക്കുന്നവനും മിത്രങ്ങളുടെ ദുഃഖം ഇല്ലാതാക്കുന്നവനുമൊക്കെ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ധർമ്മചാരിണിയും പട്ടമഹിഷിയുമായ ഒരു മഹാരാജ്ഞി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയുടെ പേരാണ് മാലതി എന്നാണ് അവളുടെ പേര്. അവൾ വിഷ്ണുവിന് ലക്ഷ്മി എന്ന പോലെ വളരെ പ്രഖ്യാതിയായിരുന്നു. ആ രാജ്ഞി വന്ധ്യയായിരുന്നു എന്നാണ് പറയണത്. ഈ മാലതി എന്ന് പറഞ്ഞാൽ അവർക്ക് സന്താനങ്ങളുണ്ടായില്ല. അതുകൊണ്ട് വസിഷ്ഠന്റെ ഉപദേശമനുസരിച്ച് അവൾ ഭക്തിപൂർവം സാവിത്രി ദേവിയെ ഉപാസിച്ചു എന്ന് പറയാണ്. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞത് അനുസരിച്ച് അവര് സാവിത്രി ദേവിയെ ഉപാസിച്ചു. ഉപാസിക്കാനുള്ള കാരണം ഉണ്ണികളുണ്ടായിരുന്നില്ല എന്ന് തന്നെ. ഒരു വരവും അവൾക്ക് ലഭിച്ചില്ല. ദേവീ ദർശനം പോലും ഉണ്ടായില്ല. അങ്ങനെ മനസ്സ് കലങ്ങിയിട്ട് ദുഃഖാർത്തിയായിക്കൊണ്ട് അവള് ഗൃഹത്തിലേക്ക് പോയി. ദുഃഖിതയാണ് തൻ്റെ പത്നിയെന്ന് രാജാവ് മനസ്സിലാക്കി. ആശ്വസിപ്പിക്കാനൊക്കെ നോക്കി. സാവിത്രി ദേവിയെ ഭക്തിപൂർവം ഉപാസിക്കാൻ വേണ്ടി അദ്ദേഹം പുഷ്കര തീരത്തിലേക്ക് പോയി. അപ്പോൾ മുമ്പ് ഭാര്യയാണ് പോയത്. ഇപ്പോൾ ആ സാവിത്രി ദേവിയെ
ഉപാസിക്കാനായിക്കൊണ്ട് സ്വയം ഇദ്ദേഹം തന്നെ, ഈ അശ്വപതി എന്ന് പറഞ്ഞ രാജാവ് തന്നെ പുഷ്കര തീരത്തിലേക്ക് പോയി. ഇന്ദ്രിയ സംയമനമൊക്കെ ചെയ്ത് 100 വർഷം അദ്ദേഹം അവിടെ തപസ് ചെയ്തു എന്നാണ് പറയണത്. പക്ഷെ എന്നാലും സാവിത്രി ദേവിയെ ദർശിക്കാൻ കഴിഞ്ഞില്ല, ദർശനം കിട്ടിയില്ല. പക്ഷേ സാവിത്രി ദേവിയുടെ ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു അശരീരി എന്നൊക്കെ പറയാം ഉണ്ടായി. എന്താ കൽപ്പന വന്നത് എന്ന് പറഞ്ഞാൽ, ശുശ്രാവാകാശവാണിം ചാന്ദ്രപശ്ചേന്ദ്രാശ്ചാശരീരിണീം ഗായത്ര്യാ 10,00,000 ച ജപം ത്വം കുരു നാരദ. നാരദനെ അവൾക്ക് കിട്ടിയ അശരീരി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഗായത്രി മന്ത്രം 10,00,000 പ്രാവശ്യം, 10,00,000, ദശം എന്ന് പറഞ്ഞാൽ 10,00,000 പ്രാവശ്യം ഗായത്രി മന്ത്രം ജപിക്കണം എന്ന അശരീരിയാണ് അശ്വപതി എന്ന രാജാവിന് കേൾക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് പരാശര മഹർഷി അവിടെ വന്നു. രാജാവ് അദ്ദേഹത്തെ നമസ്കരിച്ചു. അപ്പോൾ ആ പരാശര മഹർഷി രാജാവിനോട് പറഞ്ഞ കാര്യങ്ങളെയാണ് ഇനി ഇതാ പറയണത്. പരാശര മഹർഷി രാജാവിനോട് പറയാണ്, സഗൃൽ ജപശ്ച ഗായത്ര്യാ പാപം ദിനഭവം ഹരേത് 10 വാരം ജപേനൈവ നശ്യേൽ പാപം ദിവാനിശം. ഇനി ആ ഗായത്രി ജപത്തിൻ്റെ മാഹാത്മ്യം എന്താണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഗായത്രി ഒരു തവണ ജപിച്ചാൽ ഒരു പകൽ ചെയ്ത പാപം തീരും. 10 പ്രാവശ്യം ജപിച്ചാൽ ഒരു ദിവസം, അതായത് രാപകൽ ചെയ്ത പാപം നശിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ചെയ്ത പാപം ഗായത്രി ജപിച്ചാൽ 10 പ്രാവശ്യം ജപിച്ചാൽ മതി നശിക്കുന്ന പറയണത്. 100 പ്രാവശ്യം ജപിക്കുന്ന പക്ഷോ 1 മാസം നേടിവെച്ച പാപമെല്ലാം പോകും. 1000 തവണ ജപിച്ചാലോ 1 വർഷത്തെ പാപമെല്ലാം നശിക്കും എന്നാണ് പറയണത്. അപ്പോൾ ഈ ഗായത്രി ജപം എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണരുടെ ഇടയിൽ ആവണി അവിട്ടം, ആ പൂണോലൊക്കെ മാറില്ലേ, ആ പൂണോലൊക്കെ മാറുന്ന ആവണി അവിട്ടം കഴിഞ്ഞ അടുത്ത ദിവസം ഗായത്രി ജപം എന്നാണ് അടുത്ത ദിവസം അറിയപ്പെടുന്നത്. അന്ന് സങ്കല്പം ചെയ്തുകൊണ്ട് 1008 ഗായത്രി ജപിക്കാറുണ്ട്. സന്ധ്യാവന്ദന സമയത്ത് കുറച്ചേ ജപിക്കാറുള്ളൂ. കാരണം സന്ധ്യാവന്ദനം ത്രികാലം ചെയ്യുന്ന സമയത്ത് കാലത്തെ സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ 108 ഗായത്രി ജപിക്കും, ഉച്ചയ്ക്ക് 32 ഗായത്രി മന്ത്രം ജപിക്കും, വൈകിട്ട് 64 ഗായത്രി മന്ത്രം ജപിക്കും. അങ്ങനെ 32, 64, 108 അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വെച്ചിരിക്കുന്നത്. അതാണ് ചെയ്യാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇന്നത്തെ പരിസ്ഥിതികളൊക്കെ നോക്കിയാൽ ത്രികാല സന്ധ്യാവന്ദനമൊക്കെ ചെയ്യുന്നവർ വളരെ വളരെ വിരളമാണ് എന്ന് പറയാം. പിന്നെ ദ്വികാലം കാലത്തും വൈകിട്ടും ചെയ്യുന്നവർ കുറച്ച് പേരുണ്ട്. പിന്നെ വൈകിട്ടൊന്നും സാധ്യമല്ലാതെ കണ്ട് കാലത്ത് മാത്രം ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒഴിവു ദിവസങ്ങളിൽ സൺഡേ, സാറ്റർഡേ അല്ലെങ്കിൽ മറ്റുള്ള ഒഴിവു ദിവസങ്ങളിലോ വിശേഷ ദിവസങ്ങളിലോ മാത്രം ചെയ്യുന്നവരുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, ചെയ്യാത്തവരുമുണ്ട്. ഗായത്രി ജപം ചെയ്യാത്ത പൂണോലിട്ട ബ്രാഹ്മണരും ഉണ്ട്. കലികാലമാണ്, നമ്മളാരെയും ഒന്നും പറയുന്നില്ല. അതൊക്കെ അവരവരുടെ സൗകര്യം, ഇച്ഛാനുസരണമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് വിധികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലം നമ്മൾ ജപിച്ചില്ല, അപ്പോൾ പ്രായശ്ചിത്തമായിട്ട് ഗായത്രി പ്രായശ്ചിത്തമായിട്ടാണ് അന്ന് ജപിക്കണത് 1008 തവണ. അതിപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ, 1008 തവണ ജപിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തെ പാപമെല്ലാം നശിക്കും എന്ന് പറഞ്ഞ 1 വർഷം മുഴുവൻ ഗായത്രി ജപിക്കാതെ ഒരു ദിവസം വർഷത്തിലിരുന്ന് 1008 ഗായത്രി ജപിക്കുക എന്നൊന്നും അതിനർത്ഥമായിട്ട് എടുക്കരുത്. കാരണം അതൊന്നും അങ്ങനെയല്ല. നമ്മുടെ ശാസ്ത്രങ്ങളിൽ 5 വിധത്തിലുള്ള സ്നാനങ്ങൾ, 5 വിധത്തിലുള്ള ശ്രാദ്ധങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് വയ്യാതെ കണ്ട് പറ്റാതെ കണ്ടൊക്കെ വരുന്ന സമയങ്ങളിൽ ആപത്ത് നിവാരണത്തിന് വേണ്ടിയിട്ടാണ്. പറ്റില്ല എന്നൊക്കെ വരുമ്പോൾ അപ്പോൾ ചെയ്യാനുള്ളതാണ്. അല്ലാതെ കണ്ട് ഇതൊരു കാരണമാക്കി എടുത്തു വെച്ച് വർഷത്തിലൊരിക്കൽ 1008 ഗായത്രി ജപിച്ചാൽ പോരെ, ഈ വർഷത്തെ പാപമൊക്കെ പോവുമല്ലോ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ
അന്ന് മാത്രം ഇരുന്ന് ജപിക്കുക ഗായത്രി എന്ന് പറയണത് ശരിയല്ല. അത് ദിവസേന ജപിക്കേണ്ടത് തന്നെയാണ് ഗായത്രി മന്ത്രം. എന്തായാലും നമുക്ക് ഗായത്രിയുടെ മഹിമകളെ പരാശര ഋഷി അശ്വപതി എന്ന രാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗങ്ങൾ നാളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. സമയം കഴിഞ്ഞിരിക്കുക കാരണം കൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. ഹരേ നമഃ.